ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ആരാധനയിൽ സംബന്ധിപ്പാനും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെയും ലഭിച്ച എല്ലാ കൃപകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ, പഠിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. സഭയുടെ ആരാധനയിൽ പ്രതീകങ്ങളുടെ പ്രസക്തി എന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. ആരാധന ദൈവ സംസർഗമാണ്. ആരാധനയിൽ സ്തുതിപ്പുണ്ട്, അനുതാപമുണ്ട്, പശ്ചാത്താപമുണ്ട്, നന്ദിയർപ്പണമുണ്ട്, ദൈവത്തോട് അപേക്ഷയുണ്ട്. ഇതൊക്കെയും ആരാധനയിലുണ്ട്. എന്നാൽ ആരാധനയിൽ എന്താണ് പ്രതീകങ്ങൾക്കുള്ള സ്ഥാനം? സിംബിൾസ്, സിംബോളിക് റെപ്രസെന്റേഷൻസ് ഇൻ വർഷിപ്പ്. ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയർപ്പണം കൂടിയാണ് ആരാധന. ദൈവത്തോടുള്ള നന്ദിയർപ്പണം വാക്കുകൊണ്ട് ഒതുക്കാൻ സാധ്യമല്ല. വാക്കുകൾക്ക് പരിമിതിയുണ്ട്. നമ്മുടെ എല്ലാ വികാരങ്ങളും വാക്കിൽ കൂടി പ്രകടിപ്പിക്കുക അസാധ്യമാണ്. ഒരു പാട്ട് നമുക്കറിയാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. വാക്കുകൾക്കും അപ്പുറത്താണ് ദൈവസ്നേഹം. കാലം ചെയ്ത മാത്യൂസ് ദിദിയൻ ബാവ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. മക്കളെ, ഒരു കടലാസ് എടുത്തേ, അതിൽ പേന കൊണ്ട് എഴുത്, ചക്കര എഴുത്, വീണ്ടും വീണ്ടും എഴുത്, ചക്കര ചക്കര ചക്കര. ആ കടലാസ് മൊത്തം ചക്കരയെന്ന് എഴുത്. എഴുതിയിട്ട് നക്കി നോക്കിയേ മധുരം കിട്ടുമോ? തിരുമേനി പറഞ്ഞ ഉദാഹരണമാണ്. ചക്കരയെന്നോ പഞ്ചസാരയെന്നോ എഴുതിയിട്ട് നക്കി നോക്കിയാൽ മധുരം കിട്ടുകയില്ല. മധുരം കിട്ടണമെങ്കിൽ ചക്കരയോ പഞ്ചസാരയോ രുചിക്കണം. അതായത് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തെ രുചിക്കുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവ സ്നേഹം അനുഭവിക്കുക.
അതിന് വാക്കുകൾക്ക് പരിമിതിയുണ്ട്. വാക്കുകൾ മാത്രം പോരാ ദൈവത്തോടുള്ള സംസർഗത്തിന്, ദൈവസ്നേഹം അനുഭവിക്കുന്നതിന്, ദൈവസ്നേഹം വർണ്ണിക്കുന്നതിന്. എല്ലാവിധമായ ഭാഷാ പ്രയോഗങ്ങൾക്കും അപ്പുറത്താണ് സത്യം. ലിംഗ്വിസ്റ്റിക് ലിമിറ്റേഷൻസ് എന്ന് പറയും. ഭാഷയ്ക്ക് പരിമിതികളുണ്ട്, ഭാഷാ പ്രയോഗങ്ങൾക്ക് പരിമിതിയുണ്ട്. ട്രൂത്ത് ആൻഡ് ലാംഗ്വേജ്, സത്യവും ഭാഷയും തമ്മിൽ ഉള്ള ബന്ധം ഇന്ന് പഠന വിഷയമാണ്. എല്ലാ സത്യങ്ങളും വാക്കുകൊണ്ട് വിശദീകരിക്കാൻ ഒക്കുകയില്ല. വാക്കുകൊണ്ട് വിശദീകരിക്കാൻ ഒക്കാത്ത പല അത്ഭുത പ്രതിഭാസങ്ങൾക്കും വിധേയമാണ് മനുഷ്യജീവിതം. കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ സംസർഗത്തിന് വാക്കും സംഭാഷണവും പഠനവും പോലെ തന്നെ പ്രധാനമാണ് നിശബ്ദത, സൈലൻസ്, മെഡിറ്റേഷൻ, ധ്യാനം. ഇപ്പൊ വാക്കും ശബ്ദവും ഒന്നും ഇല്ലാത്ത ധ്യാനത്തിന് പ്രസക്തിയുണ്ട്, നിശബ്ദതയ്ക്കും പ്രസക്തിയുണ്ട്. നിശബ്ദത, ധ്യാനം. ഇംഗ്ലീഷിൽ പറയും സിംബിൾസ് സ്പീക്ക് വോളിയംസ്. പ്രതീകങ്ങൾ ലോകത്തോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സിംബിൾസ് സ്പീക്ക് വോളിയംസ്. ഒരു കുരിശ്, ആ കുരിശിനെ കുറിച്ച് എനിക്ക് മണിക്കൂറുകൾ, ദിവസങ്ങൾ പ്രസംഗിക്കാം. അതിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, സന്ദേശങ്ങളൊക്കെ വിശദീകരിക്കാം. അതിന് എത്ര ദിവസം എടുത്താലും മതിയാകയില്ല. അതിനപ്പുറമായ രൂപാന്തര അനുഭവമാണ് ഒരു കുരിശിന്റെ സാന്നിധ്യം നമുക്ക് നൽകുക. സിംബിൾസ് സ്പീക്ക് വോളിയംസ്. അറിവും അനുഭവവും പകർന്നു കൊടുക്കുന്നതിന് മാധ്യമങ്ങളും പ്രതീകങ്ങളും സഹായിക്കും. ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയും, സഭയുടെ മനസ്സാണ് ദൈവശാസ്ത്രം. തിയോളജി ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. സഭയുടെ മനസ്സാണ് ദൈവശാസ്ത്രം. എവിടെയാണ് ഈ മനസ്സെന്ന് പറയുന്നത്? ഹൃദയത്തിനകത്താണോ? തലച്ചോറിനകത്താണോ? ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് മനസ്സിരിക്കുന്നത്? ഒരു പ്രത്യേക സ്ഥലം കാണിക്കാൻ ഒക്കത്തില്ല. ഇവിടെയാണ് മനസ്സ്, ഇവിടെയാണ് മനസ്സ്, ഇവിടെയാണ് മനസ്സെന്ന് പറയാൻ ഒക്കെയില്ല. ദ ഹോൾ ബീയിങ് ഈസ് ഇൻവോൾവ്. നമ്മുടെ ഉണ്മ, അസ്തിത്വം, അതിൽ തന്നെ മനസ്സുണ്ട്. പ്രത്യേക ഒരു സ്ഥാനം, ഒരു സ്പേസ് പറയാൻ ഒക്കെയില്ല. അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതെല്ലാം ദൈവശാസ്ത്രമാണ്. അതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. പ്രതീകങ്ങൾക്കും അർത്ഥമുണ്ട്. വലിയ വലിയ സന്ദേശങ്ങളുണ്ട്. നമുക്ക് രൂപാന്തര അനുഭവം തരുന്നു. ആരാധനയിൽ, ദൈവസംസർഗത്തിൽ അക്കാദമിക് വൈദഗ്ധ്യം അല്ല പ്രധാനം. അക്കാദമിക് എക്സലൻസ്, അതിനപ്പുറമായി കൾട്ടിക് എക്സലൻസ്, അനുഷ്ഠാനങ്ങളുടെ പാരമ്യം പ്രധാനപ്പെട്ടതാണ്. അക്കാദമിക് വൈദഗ്ധ്യം മാത്രമല്ല ദൈവസംസർഗത്തിന്
നമ്മെ സഹായിക്കുന്നത്. അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ക്രിയകൾ, കർമ്മങ്ങൾ, പ്രതീകങ്ങൾ, ഇതൊക്കെ നമുക്ക് സഹായകരമാണ്. ദൈവാനുഭവത്തിലുള്ള വളർച്ചയ്ക്ക്, രൂപാന്തര അനുഭവത്തിന് ഇതെല്ലാം സഹായകരമാണ്. അറിയുക എന്നുള്ളതല്ല പ്രധാനം, ആയിത്തീരുക എന്നുള്ളതാണ്. To know is less important. To be is more important. അറിയുക എന്നുള്ളതല്ല, അതിലുപരിയായ കാര്യമാണ് അനുഭവിക്കുക, ആയിത്തീരുക എന്നുള്ളത്. രൂപാന്തര അനുഭവം ഉണ്ടാവുക, മാറ്റമുണ്ടാവുക, മാനസാന്തരമുണ്ടാവുക, പുതിയ സൃഷ്ടിയായിത്തീരുക. പ്രതീകങ്ങളുടെ സാന്നിധ്യം നമ്മെ അതിന് സഹായിക്കും. ഈ രൂപാന്തര അനുഭവത്തിന് പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിംബിൾസ് ഏതു വസ്തു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, അതിൻ്റെ സന്ദേശമാണ് പ്രധാനം. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ബൈബിളിനെ ബഹുമാനിക്കുന്നു. വേദപുസ്തകം വളരെ ബഹുമാനത്തോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ബൈബിൾ നാം കൊണ്ടുവെക്കുക. വളരെ ആദരവോടെയാണ് കൈകാര്യം ചെയ്യുക. നമ്മൾ ബൈബിളിനെ ബഹുമാനിക്കുന്നു. നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് ആ കടലാസിനാണോ? ബൈബിളിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ അവിടെ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് ആ കടലാസിനാണോ? ആ തുകലിനാണോ? ലെതറിനാണോ? അച്ചടിച്ച കാർബണാണോ? ഒരു ബൈബിൾ എന്നുള്ള വസ്തുവിൽ കടലാസുണ്ട്, കാർബണുണ്ട്, ലെതറുണ്ട്. അത് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ, നൂലും ഒക്കെ, പശയും ഒക്കെ ഉണ്ട് അതിനകത്ത്. നമ്മൾ ബൈബിളിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വസ്തുക്കളെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്? അല്ല. വി റെസ്പെക്ട് ദ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. ബൈബിളിന്റെ സന്ദേശത്തെ നമ്മൾ ബഹുമാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ കുരിശിനെ ബഹുമാനിക്കുന്നത്. കുരിശ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ആ തടിക്കല്ല ബഹുമാനം കൊടുക്കുന്നത്, ആ മാറ്ററിനല്ല ബഹുമാനം കൊടുക്കുന്നത്, ആ ലോഹത്തിനല്ല ബഹുമാനം കൊടുക്കുന്നത്, അതിൻ്റെ സന്ദേശത്തിനാണ് ബഹുമാനം കൊടുക്കുന്നത്. കുരിശിന്റെ സന്ദേശത്തെ നമ്മൾ ഓർക്കുന്നു, ആദരിക്കുന്നു, അനുഭവിക്കുന്നു. കുരിശിന്റെ സാന്നിധ്യം നമുക്ക് രൂപാന്തരം നൽകുന്നു. പഴയ യഹൂദ പാരമ്പര്യത്തിൽ ദേവാലയം ഒന്നേ ഉള്ളൂ, യെരൂശലേം ദേവാലയം. യഹൂദന്മാർ ചേറിപ്പാർത്ത സ്ഥലത്തൊക്കെയും സിനഗോഗുകൾ ഉണ്ടാക്കും. സിനഗോഗ്, സംഘാലയങ്ങൾ നിർമ്മിക്കും. അതുപോലെ ക്രിസ്തീയ സഭയിൽ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ കുരിശിന്റെ സൗധങ്ങൾ നിർമ്മിക്കപ്പെട്ടു. നമ്മൾ കുരിശിൻ തൊട്ടികൾ എന്ന് വിളിക്കും. കുരിശുകൾ സ്ഥാപിക്കപ്പെട്ടു. ദേശം, ജനങ്ങൾ കാണണം, നോക്കണം. കുരിശിന്റെ സന്ദേശം എപ്പോഴും അർത്ഥവത്താക്കിയെടുക്കണം. എപ്പോഴും നമുക്ക് ദേവാലയത്തിൽ ഇരിപ്പാനോ ആരാധിപ്പാനോ സാധ്യമല്ല. എപ്പോഴും നമ്മുടെ ഭവനത്തിന്റെ അടുത്തൊരു കുരിശുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നു, എപ്പോഴും അതിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ഒരു കുരിശിന്റെ സാന്നിധ്യം എനിക്ക് സഹായകരമാണ്. എൻ്റെ യാത്രകളിൽ ഒന്ന് നോക്കും, ഒന്ന് വണങ്ങും, ആദരിക്കും.
ഞാൻ കുറേ വർഷങ്ങൾ റഷ്യയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലും ഒക്കെ താമസിച്ചിരുന്നു. അവിടുത്തെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ അനുഭവമാണ് അവരുടെ വീടുകളില്, മുറികളില്, മൂലയ്ക്ക് ഐക്കൺസ് കാണും, പ്രതീകങ്ങൾ. കർത്താവിൻ്റെ ചിത്രം, അപ്പോസ്തലന്മാരുടെ ചിത്രം, വിശുദ്ധന്മാരുടെ, രക്തസാക്ഷികളുടെ ചിത്രം. അവരെപ്പോഴും അത് നോക്കി ഒന്ന് തല വണങ്ങും. എന്ത് ജോലി ചെയ്യുന്നതിന് മുമ്പും ആ ഐക്കൺ, ആ ചിത്രത്തെ നോക്കി ഒന്ന് കുരിശു വരയ്ക്കും. ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കി കുരിശു വരയ്ക്കും, ധ്യാനിക്കും. തിരിച്ച് വന്നു കഴിഞ്ഞും ആദ്യം ചെയ്യുന്നത് അതിനെ നോക്കി കുരിശു വരച്ച് ധ്യാനിക്കുക എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പുസ്തകം തുറക്കുമ്പോൾ ആ ഐക്കണെ നോക്കി കുരിശു വരച്ച് ധ്യാനിക്കും. പഠിത്തം കഴിഞ്ഞ് പുസ്തകം മടക്കി വെക്കുമ്പോഴും ഒന്ന് കുരിശു വരച്ച് ധ്യാനിച്ച് അവസാനിപ്പിക്കുന്ന പഠനം. അവർക്ക് ദൈവം, ദൈവിക സന്ദേശങ്ങൾ, കർത്താവായ യേശുക്രിസ്തു, കർത്താവിൻ്റെ മനുഷ്യാവതാരം അർത്ഥവത്താണ്. അവരുടെ ഓരോ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന സംഭവമായി തീരണം. അതറിയാൻ സഹായിക്കുന്നു പ്രതീകങ്ങൾ, സിംബിൾസ്. ആ അനുഭവത്തിൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നു ചിത്രകലകൾ, പ്രതീകങ്ങൾ, കുരിശിന്റെ സാന്നിധ്യം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങൾ ആ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു, ഉപനീതരാക്കുന്നു. ആ അനുഭവത്തിലേക്ക്, ആ സംഭവത്തിലേക്ക് മുങ്ങിച്ചേരാൻ നമ്മെ സഹായിക്കുന്നു. ആ ദൈവിക അനുഭവത്തിലേക്ക് അലിഞ്ഞു ചേരുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ദൈവം മനുഷ്യനായി വന്നു എന്ന സംഭവമാകണം. The incarnation of Christ. God became man. He took flesh. മനുഷ്യ ശരീരമെടുത്തു. രക്ഷാകര പ്രവർത്തനത്തിനു വേണ്ടി മാറ്റർ, വസ്തുക്കൾ സ്വീകരിക്കപ്പെടുകയാണ്, വസ്തുക്കളെ ഉപയോഗിക്കുകയാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങൾക്ക് മാറ്റർ, ദൃശ്യ വസ്തുക്കൾ സ്വീകരിക്കപ്പെടുകയാണ്. അപ്പൊ നാം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ തത്വം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര സംഭവമാണ്. The event of incarnation. He took flesh. ജഡമെടുത്തു, വസ്തുമയമായ ശരീരം താൻ സ്വീകരിച്ചു. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള സംവിധാനത്തിന് വസ്തുക്കൾ സഹായകരമായി തീർന്നു. നാം ബൈബിളിനെ ബഹുമാനിക്കുന്നു. ആ കടലാസിനെ അല്ല ബഹുമാനിക്കുന്നത്, ആ കാർബണെ അല്ല ബഹുമാനിക്കുന്നത്, അത് പൊതിയുന്ന ലെതറിനെ അല്ല ബഹുമാനിക്കുന്നത്. ആ ബൈബിളിന്റെ സന്ദേശത്തെയാണ് ബഹുമാനിക്കുന്നത്, അതിൻ്റെ ആശയത്തെയാണ് ബഹുമാനിക്കുന്നത്. അതുപോലെയാണ് ഒരു കുരിശ്, അതുപോലെയാണ് ഒരു സിംബൽ, ഒരു പ്രതീകം. അത് പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ഒരു വസ്തുവിനെ ദൈവമായി കരുതി ആ രീതിയിൽ ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ അത് ബിംബാരാധനയാണ്. ക്രിസ്തീയ സഭയിൽ ബിംബാരാധന നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം മാത്രമാണ്.
ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മൾ ബിംബങ്ങളെ ആരാധിക്കാറില്ല, പക്ഷേ പ്രതീകങ്ങളെ ബഹുമാനിക്കാറുണ്ട്. ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ആ വസ്തുവിന് കൊടുക്കുകയാണെങ്കിൽ അത് ബിംബാരാധനയാണ്. ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ആർക്കും കൊടുക്കാൻ പാടില്ല, വസ്തുവിനോ വ്യക്തിക്കോ കൊടുക്കാൻ പാടില്ല. ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിക്കും, ലാട്രയ. ലാട്രയ എന്ന വാക്കിൽ നിന്നാണ് ഐഡോലട്രി എന്ന വാക്ക് വന്നത്. ഐഡോലട്രി, ബിംബാരാധന. ലാട്രയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ആരാധിക്കുക. ഐഡോലട്രി, ഒരു ബിംബത്തെ ആരാധിക്കുക, ഐഡോലട്രി. എന്നാൽ നമ്മളൊരു കുരിശിനെ ബഹുമാനിക്കുമ്പോൾ അവിടെ ലാട്രയ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. കുരിശിന് കൊടുക്കുന്ന ബഹുമാനത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ പ്രോസ്ക്യുനേസിസ് എന്ന് പറയും. പ്രോസ്ക്യുനേസിസ് എന്ന ഗ്രീക്ക് വാക്കിന് ബഹുമാനം കൊടുക്കുക, വെനറേഷൻ എന്നാണ് അർത്ഥം. ടു വെനറേറ്റ്, ബഹുമാനം കൊടുക്കുക. അതിന് ദൈവമാക്കുക എന്നുള്ളതല്ല, ദൈവമാക്കി ആരാധിക്കുക എന്നുള്ളതല്ല, അതിനെ ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുരിശിനെ ബഹുമാനിക്കുന്നു, പ്രതീകങ്ങളെ ബഹുമാനിക്കുന്നു. വി ആർ വെനറേറ്റിംഗ് ദ ക്രോസ്, നോട്ട് വർഷിപ്പിംഗ് ദ ക്രോസ്, നോട്ട് മേക്കിംഗ് ഇറ്റ് ഗോഡ്. നമ്മളതിന് ബഹുമാനം കൊടുക്കുകയാണ്, ദൈവമാക്കുകയല്ല. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കുമ്പിട്ട് നമസ്കരിക്കും, കുരിശിനെ കുമ്പിടും, ബഹുമാനിക്കും. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. സ്ലീബോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ക്രൂശിതൻ എന്നാണ്. സ്ലീബോ, ക്രൂശിതൻ, ക്രൂശിക്കപ്പെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ക്രൂശിതൻ, ദ ക്രൂസിഫൈഡ് വൺ, സ്ലീബോ. രണ്ടാമത് മറ്റൊരർത്ഥം കൂടിയുണ്ട്, കുരിശെന്നും അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ദ ക്രൂസിഫൈഡ് വൺ, ക്രൂശിതൻ എന്നാണ്. ക്രോസ് എന്നും അർത്ഥമുണ്ട്. നമ്മൾ സ്ലീബായെ വണങ്ങുന്നു എന്ന് പറയുമ്പോൾ, നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൂശിതനെയാണ് വണങ്ങുന്നത്, ആ വസ്തുവിനെ അല്ല, ആ കുരിശെന്ന പ്ലേറ്റിനെയോ തടിയോ അല്ല വണങ്ങുന്നത്, ക്രൂശിതനെയാണ് ബഹുമാനിക്കുന്നത്. അതിന്റെ പ്രതീകാത്മകമായി നമ്മൾ നമ്മുടെ ബഹുമാനം കൊടുക്കും, തലകളെ വണക്കുന്നു, കുമ്പിടുന്നു, നമസ്കരിക്കുന്നു. ആരാധനയ്ക്ക് ബൈബിൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് നമസ്കരിക്കുക എന്നുള്ള വാക്കാണ്. കുനിഞ്ഞു വണങ്ങി നമസ്കരിക്കുന്നു, കുമ്പിടുന്നു, ശരീരം കൂടെ പങ്കെടുക്കുന്നു യഥാർത്ഥ ആരാധനയിൽ. യുക്തി മാത്രമല്ല, വാക്ക് മാത്രമല്ല, നമ്മുടെ ശരീരം കൂടെ പങ്കെടുക്കുകയാണ് ആരാധനയിൽ. ശരീരം കൊണ്ടുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. വണങ്ങുന്നു, കുനിയുന്നു, നമസ്കരിക്കുന്നു. യഥാർത്ഥ ആരാധനയിൽ ശരീരം കൂടെ പങ്കുചേരുന്നു. നോമ്പുകൾ അനുഷ്ഠിക്കുന്നു, ഉപവസിക്കുന്നു, കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറയുമ്പോൾ ക്രൂശിതനായ യേശുക്രിസ്തുവിനെ നമ്മൾ വണങ്ങുകയാണ്. ആ കുരിശ് നിർമ്മിക്കപ്പെട്ട വസ്തുവിനെ ദൈവമാക്കുകയല്ല. വി ആർ വെനറേറ്റിംഗ് ദ ക്രോസ്. നമ്മൾ അതിന് ബഹുമാനം കൊടുക്കുക, അതിനെ ദൈവമാക്കുകയല്ല. അതുകൊണ്ട് കുരിശിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരിക്കലും ബിംബാരാധനയല്ല. കുരിശിന്റെ സന്ദേശത്തോട് ബഹുമാനം കൊടുക്കുകയാണ്. ക്രൂശിൽ നിർവഹിക്കപ്പെട്ട രക്ഷാകരമായ പ്രവർത്തനത്തോട് ബഹുമാനം കൊടുക്കുകയാണ്. കുരിശിന്റെ ആകൃതി,
കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കർത്താവിൻ്റെ ക്രൂശിങ്കലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കുരിശിൽ നമ്മുടെ പ്രശംസ അർപ്പിക്കുകയാണ്, കുരിശിൽ നമ്മുടെ പ്രത്യാശ വെക്കുകയാണ്, കുരിശിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ്, ക്രൂശിലൂടെ സംഭവിച്ച രക്ഷയുടെ പദ്ധതിയെ നമ്മൾ സ്വീകരിക്കുകയാണ്. കുരിശു വര തന്നെ ഒരു ആരാധനയാണ്. ഏറ്റുപറച്ചിലാണ് കുരിശു വര. ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇടത്തതിൻ്റെ മക്കളായ നമ്മളെ വലത്തതിൻ്റെ മക്കളാക്കി തീർത്തു. പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ അനുഭവങ്ങളിലായിരുന്ന നമ്മളെ വീണ്ടെടുത്തു. വലത്തേതിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ രക്ഷയുടെ അനുഭവമാണ്, വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്, നിത്യജീവന്റെ അനുഭവമാണ്. അപ്പൊ കുരിശു വര തന്നെ ഒരാരാധനയാണ്. ആ ക്രിയ, ആ കർമ്മം വഴി നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്, നമ്മുടെ വിശ്വാസം അനുഭവത്തിൽ കൊണ്ടുവരികയാണ്. അവളുടെ ഭക്തിയോടെ ആ സന്ദേശം, ആ അർത്ഥം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം കുരിശു വരയ്ക്കാൻ. ക്രിസ്തീയ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് വാമൊഴിയായി, വരമൊഴിയായി, ആചാരാനുഷ്ഠാനങ്ങളായി ഒക്കെയാണ്. ആദിമസഭയുടെ വിശ്വാസ ബോധന പരിശ്രമങ്ങളിൽ പ്രധാനമായി 5 കാര്യങ്ങൾ സഹായിച്ചു. വിശ്വാസ ബോധന പരിശ്രമങ്ങൾ, കാറ്റക്കിസം, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിശ്വാസങ്ങൾ കൈമാറുന്നതിനെയാണ് വിശ്വാസ ബോധന പരിശ്രമങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിശ്വാസ പഠിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ, കാറ്റഗറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ്. വിശ്വാസങ്ങൾ പഠിക്കുവാൻ അനേകർ അടുത്തു വരും, സഭയിൽ ചേരാൻ അനേകർ അടുത്തു വരും. ആ ആരാധന കണ്ട്, ക്രിസ്ത്യാനികളുടെ ആ ജീവിതം കണ്ട്, ആ വിശുദ്ധി കണ്ട്, ആ മാതൃക കണ്ട്, ആ സൽക്കർമ്മങ്ങൾ കണ്ട്, സേവനങ്ങളും ശുശ്രൂഷകളും കണ്ട് അനേകർ അടുത്തു വരും. അവരെ വിശ്വാസം പഠിപ്പിക്കും. വിശ്വാസ പഠിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ, കാറ്റഗറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത്, വിപരീത ഉപദേശങ്ങൾക്കെതിരെയുള്ള എഴുത്തുകൾ. വേദവിപരീതങ്ങൾ ഉണ്ടായി, വിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ടായി. മായാവാദം, ജ്ഞാനവാദം, അരിയോസിന്റെ പഠിപ്പിക്കൽ, ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന പഠിപ്പിക്കൽ, മനുഷ്യത്വം നിഷേധിക്കുന്ന പഠിപ്പിക്കൽ, തൃത്വവിശ്വാസത്തെ നിഷേധിക്കുന്ന പഠിപ്പിക്കൽ. അങ്ങനെ ഒത്തിരി വേദവിരീതങ്ങൾ ഉണ്ടായി. അപ്പൊ വേദവിരീതങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ യഥാർത്ഥ സത്യമായ വിശ്വാസം പഠിപ്പിക്കേണ്ടി വന്നു. അതിന് എഴുത്തുകൾ ഉണ്ടായി. അതാണ് ആന്റി ഹെററ്റിക്കൽ റൈറ്റിംഗ്സ്. വിപരീത ഉപദേശങ്ങൾക്കെതിരെ എഴുത്തുകൾ. ആ രീതിയിൽ വിശ്വാസങ്ങൾ പ്രചരിച്ചു അടുത്ത തലമുറയിലേക്ക്. മൂന്നാമത്, സഭാവിശ്വാസ സംരക്ഷണാർത്ഥം രൂപപ്പെട്ട കൃതികൾ. ആദിമസഭയുടെ കൂദാശകൾ, അനുഷ്ഠാനങ്ങളുടെ അർത്ഥം വിശദീകരിക്കേണ്ടി വന്നു. മാമോദീസ, അതിന്റെ അർത്ഥം എന്താണ്? കുർബാന, അതിന്റെ അർത്ഥം എന്താണ്? അപ്പോളജറ്റിക് റൈറ്റിംഗ്സ്,
വിശ്വാസ സംരക്ഷണാർത്ഥം കൃതികൾ രൂപപ്പെട്ടു. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ ഉണ്ടായി. ഇതര തത്വചിന്തകളുടെ മേൽ അതിനേക്കാളുള്ള സവിശേഷത എന്താണ് ക്രിസ്തീയ സഭയുടെ വിശ്വാസങ്ങൾക്ക്? അതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന എഴുത്തുകൾ ഉണ്ടായി. അപ്പോളജറ്റിക് റൈറ്റിംഗ്സ്, വിശ്വാസ സംരക്ഷണാർത്ഥം രൂപപ്പെട്ട കൃതികൾ. നാലാമത് ആരാധനാ രൂപങ്ങൾ, ലിറ്റർജിക്കൽ ഫോംസ്. പല ആരാധനാ രൂപങ്ങൾ ഉണ്ടായി. ആരാധനാ രൂപങ്ങളുടെ ഒരു സ്കെലിറ്റൻ, ഒരു അസ്ഥിപഞ്ജരം മാത്രമാണ് ബൈബിളിന്റെ പല ഭാഗങ്ങളിലുള്ളത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അതൊക്കെ വിശ്വാസ സംബന്ധമായ പ്രഖ്യാപനങ്ങളാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. കർത്താവിന്റെ വചനങ്ങൾ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ജീവന്റെ അപ്പമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ, കർത്താവിന്റെ വചനങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളുന്ന ആരാധനാ രൂപങ്ങൾ ഉണ്ടായി. ക്രമീകരിക്കപ്പെട്ട രീതിയിൽ ലിറ്റർജിക്കൽ ഫോംസ്, ആരാധനാ രൂപങ്ങൾ ഉണ്ടായി. അഞ്ചാമത് പ്രതീകങ്ങളും നിറക്കൂട്ടുകളും ചിത്രകലയും ഉണ്ടായി. ആദിമസഭയിൽ പ്രതീകങ്ങളും നിറക്കൂട്ടുകളും ചിത്രകലയും, സൈൻസ്, കളേഴ്സ് ആൻഡ് സിംബോളിക് റെപ്രസെന്റേഷൻസ്. പ്രതീകങ്ങൾ ഉണ്ടായി, ചിത്രകലയുണ്ടായി, നിറക്കൂട്ടുകൾ ഉണ്ടായി, വിശ്വാസങ്ങൾ വിശദീകരിക്കുന്ന കലാരൂപങ്ങൾ ഉണ്ടായി. റോമിലെ ഗുഹകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന കലാരൂപങ്ങൾ. കാറ്റകോംസ് എന്ന് പറയും, ഗുഹകൾ. ആദിമ സഭാംഗങ്ങൾ റോമൻ അധികാരികളെയും യഹൂദരെയും ഒക്കെ ഭയന്ന് ഗുഹക്കുള്ളിൽ ഒളിച്ചാണ് ആരാധിച്ചു വന്നിരുന്നത്. അവരുടെ വിശ്വാസം ആ ഗുഹകൾക്കുള്ളിൽ ചിത്രങ്ങളായി രൂപപ്പെട്ടു. ആ കാറ്റകോംസ്, ആ ഗുഹകൾക്കുള്ളിൽ ചിത്രകലകളുണ്ട്. ഇന്നും കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെയുള്ള അനേക രാജ്യങ്ങൾ. ആദിമ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെ കാറ്റകോംസ്, ഗുഹയ്ക്കുള്ളിലെ പ്രതീകാത്മകമായ ചിത്രകലകൾ. ഈജിപ്തിലെ പ്രാചീന സന്യാസാശ്രമങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ ആദിമ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പ്രതീകങ്ങളാണ് പരിമലപ്പള്ളിയുടെ ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ. ഈ ദേവാലയത്തിന്റെ സൈഡുകൾ നോക്കൂ, പല പ്രതീകങ്ങൾ കാണാൻ സാധിക്കും. നക്ഷത്രം, കുരിശ്, നങ്കൂരം, കപ്പലിന്റെ നങ്കൂരം, മീൻ, മത്സ്യം, അപ്പം, അസ്ഥികൾ, രക്തസാക്ഷികളുടെ അസ്ഥികൾ. അതുകൂടാതെ തന്നെ പല ദേവാലയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ മുന്തിരി, പ്രാവ്, ആട്ടിടയൻ, ആട്. സഭയിൽ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ ബൈബിൾ വാക്കുകളാണ്, ബൈബിളിലെ സൂചകങ്ങളാണ്, ബൈബിളിലെ പ്രതീകങ്ങളാണ്. പ്രാവ്, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കലങ്കരാകണം, ബൈബിളിന്റെ സന്ദേശമാണ്. അപ്പോൾ ഒരു പ്രാവിന്റെ സാന്നിധ്യം നമ്മെ ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുകയാണ്. മത്സ്യം, മത്സ്യത്തിന് ഗ്രീക്ക് ഭാഷയിൽ ഇക്തൂസ് എന്ന് പറയും. ഇക്തൂസ്. അതിലെ ഓരോ വാക്കിനും
അത് വിശദീകരിക്കുമ്പോൾ അർത്ഥമുണ്ട്. അയോട്ട, ഹായ്, ഈസൂസ് ക്രിസ്തോസ്, യേശു ക്രിസ്തു എന്നാണ് അതിന്റെ അർത്ഥം. തീറ്റ, തെയോസ്, ദൈവം. ഉപ്സിലോൺ, തെയോസും ഉപ്സിലോണും ചേരുമ്പോൾ, തീറ്റായും ഉപ്സിലോണും ചേരുമ്പോൾ ദൈവപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം. യേശുക്രിസ്തു ദൈവപുത്രൻ, രക്ഷകൻ. അതാണ് ഇക്തൂസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. ഇക്തൂസ് എന്ന വാക്കിന്റെ അർത്ഥം മീൻ, മത്സ്യം എന്നാണ്. ആ ഓരോ വാക്കും എടുത്ത് വിശദീകരിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രൻ, രക്ഷകൻ എന്നർത്ഥം വരും. ആദിമസഭ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു പ്രതീകമായിരുന്നു, സിമ്പിളായിരുന്നു, മത്സ്യം. മത്സ്യം പിടിക്കുന്നവരാകുക എന്നതിന്റെ പ്രതീകാത്മകമായ അർത്ഥം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. വലയിട്ട് മീൻ പിടിക്കുക എന്ന് വെച്ചാൽ ആത്മാക്കളെ ക്രിസ്തുവിനു വേണ്ടി നേടുക എന്ന അർത്ഥം. ഇപ്പൊ ക്രിസ്തീയ സഭയുടെ ജീവിതത്തിൽ അർത്ഥവത്തായ പ്രതീകങ്ങളാണ് ഇതൊക്കെ. 5 അപ്പവും 2 മീനും കർത്താവ് വർദ്ധിപ്പിച്ചു, വാഴ്ത്തി അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു, ജനത്തിന് കൊടുത്തു. വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ അപ്പം, ഗോതമ്പപ്പം, വീഞ്ഞ് ഉപയോഗിച്ചു. കർത്താവ് പ്രതീകങ്ങൾ ഉപയോഗിച്ചു. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് കൽപ്പിച്ചു. വെള്ളം ഒരു വസ്തുവല്ലേ? അപ്പൊ മനുഷ്യന്റെ രക്ഷയ്ക്കു വേണ്ടി ഈ വസ്തുമയമായ കാര്യങ്ങൾ, വസ്തുക്കൾ ഉപയോഗയോഗ്യമാവുകയാണ്. അതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. കുരിശ്, ക്രിസ്ത്യാനി എവിടെല്ലാം ചീറിപ്പാർത്തു അവിടെല്ലാം കുരിശ് അർത്ഥവത്തായ പ്രതീകമായി തീർന്നു, രക്ഷയുടെ സിംബളായി തീർന്നു, നിരപ്പിന്റെ ചിഹ്നമായി തീർന്നു. സർവ്വ ജീവജാലങ്ങളെയും യോജിപ്പിക്കുന്ന കണ്ണിയായി തീർന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും തെക്കിനെയും വടക്കിനെയും ഒക്കെ യോജിപ്പിക്കുന്ന നിരപ്പിന്റെ ചിഹ്നമായി തീർന്നു കുരിശ്. ആദിമ സഭ ഉപയോഗിച്ച ഈ പ്രതീകങ്ങളൊക്കെ അർത്ഥവത്താണ്. ഇന്നും പ്രാചീന സഭാകേന്ദ്രങ്ങളായ കാറ്റഗോംസ്, ഗുഹകൾക്കുള്ളിൽ കാണാൻ സാധിക്കും നമുക്കിങ്ങനെയുള്ള പ്രതീകങ്ങൾ. പൗരാണിക സഭകളെല്ലാം തന്നെ ഈ പ്രതീകങ്ങൾ അർത്ഥവത്തായി ഉപയോഗിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിലും ആരാധനാ കാര്യങ്ങളിലും ഒക്കെ ഈ പ്രതീകങ്ങൾ അർത്ഥവത്തായി തീരുന്നു. പ്രാവ്, മത്സ്യം, കുരിശ്, മുന്തിരി, ദീപം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദീപം ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നു. നമ്മൾ ദീപം കത്തിച്ചു വെക്കുന്നു. ദൈവ സാന്നിധ്യം. അതുപോലെ കപ്പൽ, സഭയുടെ ഒരു പ്രതീകമാണ് കപ്പൽ. ലോകസഭാ കൗൺസിലിന്റെ ഒരു ചിഹ്നമാണെന്ന്. സമുദ്രത്തിൽ ഓടുന്ന കപ്പൽ. രക്ഷയുടെ തുറമുഖത്തെത്തുന്ന കപ്പലിനെ കുറിച്ചൊക്കെ പ്രതീകാത്മകമായി സഭാപിതാക്കന്മാർ വിവരിക്കുന്നുണ്ട്. ആട്ടിടയൻ, യേശുക്രിസ്തു നല്ല ഇടയനാകുന്നു. ഈസ് ദ ഗുഡ് ഷെപ്പേർഡ്. അപ്പൊ ഇടയന്റെ രൂപം നമ്മെ കർത്താവിനെ ചൂണ്ടിക്കാട്ടുകയാണ്, കർത്താവിലേക്ക് നമ്മെ നയിക്കുകയാണ്. കപ്പൽ, ആട്, സമുദ്രം, ആട്ടിടയൻ, അപ്പം, കാസ, പീലാസ, അങ്ങനെയുള്ള ഒരുപാട് പ്രതീകങ്ങൾ. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും അസ്ഥിപഞ്ജരങ്ങൾ നോക്കൂ. പരിമല കാണുന്ന ഒരുപാട് പ്രതീകങ്ങൾ ഈ അസ്ഥിപഞ്ജരങ്ങളും പ്രതീകങ്ങളാണ്. അത് വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും അസ്ഥിപഞ്ജരങ്ങളെ സൂചിപ്പിക്കുന്നു. കാരണം ബൈബിളാണ് അതിന്റെ അടിസ്ഥാനം. 2 രാജാക്കന്മാർ 13:20. എലീശ മരിച്ചു, അവനെ അടക്കി. പിറ്റേ ആണ്ടിൽ കുറെ പേർ ഒരു മൃതശരീരം കൊണ്ടുവരികയായി. മോവാബ്യ പടക്കൂട്ടത്തെ കണ്ടു ഭയന്നു. ആ മൃതശരീരം എലീശയുടെ കല്ലറയിലിട്ടു. അവിടെ നമ്മൾ വായിക്കുന്നു, എലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ
ആ മൃതശരീരം ജീവിച്ചെഴുന്നേറ്റു. 2 രാജാക്കന്മാർ 13:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും അസ്ഥികൾക്ക് പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ബൈബിളിന്റെ വിശ്വാസം. ക്രിസ്തീയ സഭയിൽ ഒരുപാട് രക്തസാക്ഷികൾ, വിശുദ്ധന്മാർ ജീവിച്ചിരുന്നു. അവരുടെ അസ്ഥിക്ക് പോലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. യുക്തിവാദികൾക്കത് വിശ്വസിക്കാൻ ഒക്കെയില്ല. ബൈബിൾ യുക്തിവാദികളുടെ പുസ്തകമല്ല, വിശ്വാസികളുടെ പുസ്തകമാണ്. വിശ്വാസികൾക്ക് ഇത് അനുഭവമാണ്. അതുകൊണ്ട് ക്രിസ്തീയ സഭയിൽ ഈ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ ഒക്കെ സാന്നിധ്യത്തെ, സാമീപ്യത്തെ, അവരുടെ പ്രാർത്ഥനാ സഹായത്തെ സൂചിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ. ഈ പ്രതീകങ്ങൾക്കെല്ലാം അതിൻ്റെതായ അർത്ഥമുണ്ട്, പ്രാധാന്യമുണ്ട്. വിലപ്പെട്ട സന്ദേശങ്ങൾ മനുഷ്യരാശിക്ക് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ വചനങ്ങൾ മഹത്തായ ആശയങ്ങൾ നിറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ ജീവന്റെ അപ്പം, ഞാൻ നല്ല ഇടയൻ. ഈ പ്രതീകങ്ങളെല്ലാം ക്രിസ്തു സന്ദേശങ്ങളാണ്. സഭ ഉപയോഗിക്കുന്ന ഈ പ്രതീകങ്ങളെല്ലാം തന്നെ ക്രിസ്തു വചനങ്ങൾ മാംസം വെച്ചിരിക്കുകയാണ്. അസ്ഥിപഞ്ജരങ്ങൾ മാംസം ചേരുന്നത് പോലെ ക്രിസ്തുവിന്റെ വചനങ്ങൾ അർത്ഥവത്തായ പ്രതീകങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മെ സഹായിക്കുന്നു, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. അതിൻ്റെ അനേകം സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഈ പ്രതീകങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരിശിനെ കുറിച്ച് ദിവസങ്ങൾ പ്രസംഗിക്കുന്നതിൽ ഉപരിയായി കുരിശിന്റെ ഒരു സാന്നിധ്യം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. സഭാചരിത്രത്തിൽ കാണുന്നില്ലേ, ഈ പ്രതീകങ്ങൾ വഴി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഹേലിനി രാജ്ഞി കർത്താവിന്റെ കുരിശ് കണ്ടെടുത്തു. പല കുരിശുകളുടെ ഇടയിൽ നിന്ന് കർത്താവിന്റെ കുരിശ് എങ്ങനെയാണ് വേർതിരിച്ചെടുത്തത്? ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ഹേലിനി രാജ്ഞിക്ക് ബോധ്യമായി, കർത്താവിന്റെ കുരിശ് മൂലം മരിച്ചവർ ഉയർത്തു, രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു. പല കുരിശുകളിൽ നിന്ന് കർത്താവിന്റെ കുരിശ് തിരിച്ചറിയുവാൻ ഈ അത്ഭുതങ്ങൾ ഹേലിനി രാജ്ഞിയെ സഹായിച്ചു. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രതീകങ്ങൾക്ക് അത്ഭുതാവഹമായ ആത്മീക ശക്തി ഉണ്ടെന്ന് സഭ വിശ്വസിക്കുന്നു. സഭാചരിത്രത്തിൽ സാക്ഷ്യമാണത്. ഈ ഐക്കൺസ് മൂലം പല അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് സഭാചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ഐക്കൺ അല്ലെങ്കിൽ ചിത്രകല എന്ന് പറയുന്നത് വർഷങ്ങൾ തപസ്സിരുന്നാണ് അത് ഉണ്ടാക്കുന്നത്. മഹർഷിമാർ, സന്യാസിമാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് വർഷങ്ങൾ എടുത്താണ് ആ ചിത്രകല പൂർത്തീകരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ടാണ് ഒരു ഐക്കൺ പൂർത്തീകരിക്കുന്നത്. പൗരാണിക സഭയിൽ ആരാധന വികസിപ്പിച്ചപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടു. സംഗീതം, കീർത്തനങ്ങൾ, വർണ്ണം, ഗന്ധം, ക്രിയകൾ, നിൽപ്പ്, മുട്ടുകുത്തൽ, നോമ്പനുഷ്ഠാനങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം ആരാധനയുടെ ഭാഗമായി തീർന്നു. നമ്മൾ നേരത്തെ പാടിയില്ലേ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ക്രിയകളും കർമ്മങ്ങളും എല്ലാം അർത്ഥവത്തായി തീരുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ സൗരഭ്യവാസന മണത്തു. യഹോവയ്ക്ക് ഇഷ്ടമാണത്, സൗരഭ്യവാസന. ധൂപാർപ്പണം സഭ നടത്തുന്നു. ധൂപം ഒരു പ്രതീകമാണ്. ധൂപാർപ്പണത്തിന്റെ പ്രാധാന്യം ബൈബിൾ ഊന്നി പറയുന്നുണ്ട്.
ധൂപം ഒരു പ്രതീകമാണ്. സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണം നടക്കുന്നു. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങളിലുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം സ്വർഗത്തിൽ ധൂപാർപ്പണം നടക്കുന്നു. നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുവാനാണ് ധൂപാർപ്പണം. അപ്പൊ സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണമുണ്ട്. നമ്മൾ ഭൂമിയിലെ ആരാധനയിൽ ധൂപം ഉപയോഗിക്കുന്നത് ഭൂമിയിലെ ആരാധനയെ സ്വർഗീയമാക്കുവാനാണ്. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ സ്വർഗത്തിലെ ആരാധനയെ കുറിച്ച് പറയുന്നു. അതിൽ ധൂപാർപ്പണമുണ്ടെന്ന് പറയുന്നു. ഭൂമിയിലെ ആരാധനയെ നമ്മൾ സ്വർഗീയമാക്കുവാൻ ധൂപാർപ്പണം ഉപയോഗിക്കുന്നു. അതുപോലെ ധൂപാർപ്പണം മൂലം പാപക്ഷമ ലഭിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ധൂപാർപ്പണം. ബൈബിളിലെ പല ഭാഗങ്ങളിൽ പാപത്തിന്റെ പരിഹാരാർത്ഥം ധൂപാർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു ധൂപാർപ്പണം മൂലം. ഒന്ന്, പാപക്ഷമ ലഭിക്കുന്നു. 2, ബാധകൾ നീങ്ങുന്നു. ധൂപാർപ്പണം മൂലം പാപക്ഷമ ലഭിക്കുന്നു, ബാധകൾ നീങ്ങുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. മോശ അഹറോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവുമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ടു, ബാധ തുടങ്ങിയിരിക്കുന്നു. മോശ കൽപ്പിച്ചതുപോലെ അഹറോൻ കലശമെടുത്തു സഭയുടെ നടുവിലേക്ക് ഓടി. ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. അപ്പോൾ അവിടെ ധൂപാർപ്പണം പ്രായശ്ചിത്തമാണ്. പാപക്ഷമ ലഭിക്കുന്നു. പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാധകൾ നീങ്ങി. ഇന്നത്തെ സമൂഹത്തിൽ നിന്നും ഈ തലമുറയിൽ നിന്നും എല്ലാവിധത്തിലുള്ള ബാധകൾ നീങ്ങുവാനാണ് നാം ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ റാസ നടത്തുമല്ലോ, റാസയിൽ ധൂപാർപ്പണം ഉണ്ട്. ദേശത്ത് നിന്ന് എല്ലാവിധമായ പൈശാചിക ബാധകളും നീങ്ങുവാനാണ് ധൂപാർപ്പണം നടത്തുന്നത്. കുരിശും വഹിച്ചുകൊണ്ട് ബൈബിളും പേറിക്കൊണ്ട് രക്തസാക്ഷികളുടെ വിശ്വാസത്തെയും ജീവിതത്തെയും സൂചിപ്പിക്കുന്ന കൊടികളും പിടിച്ചുകൊണ്ട് വരി വരിയായി പാട്ടുകൾ പാടി നീങ്ങുകയാണ്. ദേശമേ, ദേശവാസികളെ, കർത്താവിന്റെ കുരിശിന്റെ സന്നിധിയിൽ അണിചേരുക. ഈ കുരിശിന്റെ മാർഗം എനിക്ക് സമാധാനം തന്നു. ദേശമേ, ദേശക്കാരെ, നിങ്ങൾക്കും സമാധാനം തരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ക്രൂശിലെ സ്നേഹം നിങ്ങൾ അനുകരിക്കുക. പൈശാചിക ശക്തികൾ ഓടി ഒളിക്കട്ടെ. ഈ ദേശത്ത് പൈശാചിക ശക്തികൾക്ക് സ്ഥാനമില്ല. എല്ലാവിധമായ ബാധകളും ദേശത്ത് നീങ്ങുവാൻ തക്കവണ്ണമാണ് നാം കുരിശും വഹിച്ചുകൊണ്ട്, പ്രദക്ഷിണങ്ങൾ നിർവഹിച്ചുകൊണ്ട്, ധൂപം അർപ്പിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നത്. യെരിഹോ മതിൽ ഇടിഞ്ഞു. 7 പ്രാവശ്യം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു. തടസ്സങ്ങൾ നീങ്ങി. പൈശാചിക ശക്തികൾ ഒരുക്കുന്ന തടസ്സങ്ങൾ നീങ്ങുവാനാണ് റാസയും അതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രതീകങ്ങളും. ധൂപാർപ്പണം ഒരു പ്രതീകമാണ്. യഹോവ സൗരഭ്യവാസന മണത്തു.
ദൈവത്തിന് പ്രസാദാത്മകമാണ് സൗരഭ്യവാസന. അതുപോലെ തന്നെ സമർപ്പണത്തെ കുറിക്കുന്നു ധൂപാർപ്പണം. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വന്നു. യേശു കുഞ്ഞിനെ പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവെച്ചു. ആ കുന്തിരിക്കം ധൂപാർപ്പണത്തിന്റെ വസ്തുവാണ്. പൊന്നും മൂരും കുന്തിരിക്കവും അവിടെ സമർപ്പണമാണ് അതിന്റെ അർത്ഥം. അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനും സൗരഭ്യവാസന. എന്റെ പ്രാർത്ഥന ധൂപം പോലെ കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. 141 സങ്കീർത്തനം 2 വാക്യമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം എടുക്കുക. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം എടുക്കുക. അപ്പൊ വിശുദ്ധരുടെ പ്രാർത്ഥന എന്ന പ്രതീകാത്മക അർത്ഥം ധൂപത്തിനുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപാർപ്പണം നടത്തുക. അതുപോലെ ധൂപാർപ്പണം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലാണ്. ധൂപാർപ്പണം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. വേദവാക്യമാണത്. ശലോമോൻ ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തി. അപ്പൊ ദൈവ നിശ്ചയമാണത്, ദൈവത്തിന്റെ ക്രമീകരണമാണത്. ദേവാലയം പണിയണം, ദേവാലയത്തിൽ ആരാധന നടക്കണം, ആരാധനയിൽ ധൂപാർപ്പണം വേണം. ഇതൊക്കെ ദൈവ നിശ്ചയങ്ങളാണ്. മലാഖി 1-ാം അധ്യായം 11-ാം വാക്യം. എല്ലായിടത്തും എന്റെ നാമത്തിൽ ധൂപാർപ്പണം ഉണ്ടാകണം. എന്തിനു വേണ്ടി? ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ധൂപാർപ്പണം ഇടയാകും. നമ്മൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ ആരാധനയെ സ്വർഗീയമാക്കുവാൻ ധൂപാർപ്പണം നടത്തുന്നു. ധൂപാർപ്പണം മൂലം പാപക്ഷമ ലഭിക്കുന്നു. ധൂപാർപ്പണം മൂലം ബാധകൾ നീങ്ങുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്നു ധൂപാർപ്പണം. സമർപ്പണത്തെ കുറിക്കുന്നു ധൂപാർപ്പണം. അഭിഷേക തൈലവും സുഗന്ധ ധൂപവും ദൈവത്തിന് പ്രസാദാത്മകമാണ്. ദൈവം സ്വീകരിക്കുന്നു. ആ യാഗം, ആ ആരാധന, ആ കാഴ്ചകളെ ദൈവം സ്വീകരിക്കുന്നു. ധൂപാർപ്പണം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദേവാലയ ആരാധനയുടെ പതിവ് ക്രമീകരണമാണ് ധൂപാർപ്പണം. ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടാണ് ധൂപാർപ്പണം. അങ്ങനെ ആരാധനയിൽ, സഭയിൽ ഒക്കെ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾക്ക്, ചിഹ്നങ്ങൾക്ക് ആഴമായ അർത്ഥങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദീപവും ധൂപവും കലാരൂപങ്ങളും ചിത്രകലയും മറ്റും ആരാധനയിലൂടെയുള്ള വിശ്വാസികളുടെ രൂപാന്തരാനുഭവത്തിന് സഹായകരമാകും. സഭയുടെ കൂദാശകൾ വിശുദ്ധ കർമ്മങ്ങളാണ്. കൂദാശകളുടെ നിർവചനം എന്താണ്? സാധാരണ കൊടുക്കുന്ന നിർവചനം അപ്രത്യക്ഷമായ കൃപകൾ പ്രാപിക്കുന്നതിനുള്ള പ്രത്യക്ഷ കർമ്മങ്ങൾ അത്ര കൂദാശകൾ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യക്ഷ കർമ്മങ്ങൾ ആവശ്യമാണ്. പ്രത്യക്ഷ കർമ്മങ്ങൾക്കുള്ള പ്രത്യക്ഷമായ വസ്തുക്കളും ആവശ്യമാണ്. സഭയുടെ കൂദാശകൾ ദൈവത്തിന്റെ രക്ഷാകരമായ ശക്തിയും കൃപയും മനുഷ്യനിൽ നിഗൂഢമായി പ്രവർത്തിക്കുന്ന വിശുദ്ധ കർമ്മങ്ങളാണ്. അപ്പൊ അപ്രത്യക്ഷമായ കൃപകളെ പ്രത്യക്ഷ കർമ്മങ്ങളിലൂടെ നാം പ്രാപിക്കുന്നു. കർത്താവ് ആ വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീരെന്ന് കൽപ്പിച്ചു.
നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ, കർമ്മങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിച്ചതാണ്. കർത്താവ് തന്നെ ഉപയോഗിച്ചതാണ് പ്രതീകങ്ങൾ. കുർബാനയ്ക്ക് അപ്പം, വീഞ്ഞ്, മാമോദീസായ്ക്ക് ജലം, ഇതൊക്കെ വസ്തുക്കളല്ലേ, പ്രതീകങ്ങളല്ലേ? ഒരു കുരുടനെ സൗഖ്യമാക്കി കർത്താവ്, ചേറ് കുഴച്ച് കണ്ണിൽ പുരട്ടി, ശീലോഹവും കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് കൽപ്പിച്ച് ക്രമീകരിച്ച് കാണിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ക്രിയകൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഇതിനെയൊക്കെ നിഷേധിക്കുന്നവർ ബൈബിളിനെ നിഷേധിക്കുകയാണ്. പ്രതീകങ്ങളെ നിഷേധിക്കുന്നവർ കർത്താവിനെ നിഷേധിക്കുകയാണ്. രക്ഷാകരമായ കാര്യങ്ങൾക്ക് വസ്തുക്കളെ നിഷേധിക്കുന്നവർ കർത്താവിന്റെ സന്ദേശങ്ങളെ നിഷേധിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഐക്കണുകളെ കുറിച്ച്. ഐക്കൺസ്, ഓർത്തഡോക്സ് സഭകളെല്ലാം തന്നെ ഐക്കൺസ് ഉപയോഗിക്കുന്നുണ്ട് ആരാധനയിൽ. സിറിയയിലാണ് ഐക്കൺ ആരംഭിച്ചത്. ബൈസന്റൈൻ രാജ്യങ്ങളാണ് അത് കൂടുതൽ വിശാലമാക്കിയത്, ഡെവലപ്പ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കാറുണ്ട് എൻ്റെ അനുഭവങ്ങൾ. റഷ്യയിലും മറ്റ് ഓർത്തഡോക്സ് സഭകളിലുമൊക്കെ താമസിച്ചിരുന്ന കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ. ഈ ഐക്കൺസിനെ നോക്കി വിശ്വാസികൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും. ഇപ്പൊ ദേവാലയങ്ങളിലൊക്കെ ഐക്കൺസ് അല്ലെങ്കിൽ ചിത്രകല, യേശുക്രിസ്തുവിന്റെ ചിത്രം, മാതാവിന്റെ ചിത്രം, അപ്പോസ്തലന്മാരുടെ ചിത്രം, പരിശുദ്ധന്മാരുടെ ചിത്രം, രക്തസാക്ഷികളുടെ ചിത്രം, അങ്ങനെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ നോക്കി ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും വിശ്വാസികൾ. അവർക്കൊരു യാഥാർത്ഥ്യമാണ് ആ സാന്നിധ്യം. ആ ചിത്രങ്ങളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുകയാണ്, വിശുദ്ധരുടെ സാന്നിധ്യം അവർ അനുഭവിക്കുകയാണ്, അവരുടെ സങ്കടങ്ങൾ പകരുകയാണ്, പൊട്ടിക്കരയും, നിലവിളിക്കാറുണ്ട്. നമ്മൾ അന്യോന്യം സംഭാഷണം നടത്തുന്നത് പോലെ ആ ചിത്രങ്ങളുടെ മുമ്പിൽ സംഭാഷണം നടത്തും. നമ്മൾ ആത്മീകമായിട്ട് വളരും തോറും ചില മതിലുകളൊക്കെ ഇടിയും. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, ഉയരത്തിലേക്ക് ചെല്ലും തോറും ഭൂമിയിലെ വസ്തുക്കൾക്ക് മാറ്റം ഉണ്ടാകത്തില്ലേ നമ്മുടെ നോട്ടത്തിൽ? ഈ തെങ്ങും വലിയ സ്ഥാപനങ്ങളും ഒക്കെ കൃമിയായി തോന്നും നമ്മൾ ഉയരുമ്പോൾ. നമ്മൾ ആത്മീയമായി ഉയരുമ്പോൾ ചില മതിലുകളൊക്കെ ഇടിയും. അതിന്റെ അർത്ഥം, നമ്മൾ ആത്മീയമായി ഉയരുമ്പോൾ അദൃശ്യ സഭയുമായി നമ്മൾ സംസർഗം നടത്തും. വിശുദ്ധരും മാലാഖമാരും രക്തസാക്ഷികളും ഒക്കെ നമുക്ക് യാഥാർത്ഥ്യമായി തീരും. അവരോട് സംഭാഷണം നടത്താനൊക്കും, അവരെ കാണാനൊക്കും, അനുഭവിക്കാനൊക്കും, സാന്നിധ്യം അനുഭവിക്കാനൊക്കും, സംസാരിക്കാനൊക്കും, ആശയങ്ങൾ പങ്കിടാനൊക്കും. ബൈബിളിൽ നാം കാണുന്നുണ്ടല്ലോ. ശമൂവേൽ മരിച്ചു. ആ മരിച്ച ശമൂവേൽ ജീവിച്ചിരിക്കുന്ന ശൗലിന് പ്രത്യക്ഷപ്പെട്ടു. ശൗലിന്റെ ജീവിതത്തിൽ ഭാവി സംഭവിക്കാതിരിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ രാജ്യത്വം മാറപ്പോന്നു, ദാവീദ് രാജാവാകാൻ പോവാ. അപ്പൊ മരിച്ചുപോയ ശമൂവേൽ ജീവിച്ചിരിക്കുന്ന ശൗലിന് പ്രത്യക്ഷപ്പെട്ട് ഈ ശൗലിന്റെ ജീവിതത്തിൽ ഭാവി സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നു ബൈബിളിൽ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ, ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായുള്ള സംസർഗം യാഥാർത്ഥ്യമാണ് ബൈബിളിൽ. വാങ്ങിപ്പോയവർ ജീവിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, രാപ്പകൽ ആരാധിക്കുന്നു, അവർ സംസാരിക്കുന്നു,
സജീവമായ കൂട്ടായ്മയാണ്. ഇറ്റ്സ് എ മാക്രോ ലെവൽ ഫെലോഷിപ്പ്. ഒരു വലിയ കൂട്ടായ്മയാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. നമ്മൾ ആത്മീയമായിട്ട് ഉയരും തോറും ആ വലിയ കൂട്ടായ്മ നമുക്ക് അർത്ഥവത്തായി തീരും. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും അപ്പോസ്തലന്മാരുടെയും മാതാവിൻ്റെയും കർത്താവിൻ്റെയും ഒക്കെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഒക്കും, അവരോട് സംസാരിക്കാൻ ഒക്കും. നമ്മൾ ആത്മീയമായിട്ട് വളരണം. നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്താ? ഈ ഭൂമിയുടെ ആകർഷണീയതയാണ്, ഈ ഭൂമിയുടെ ഇമ്പങ്ങളാണ്, ഈ ഭൂമിയുടെ സുഖങ്ങളാണ്, ഈ ഭൂമിയിന്മേലുള്ള ആകർഷണീയതയാണ് നമ്മെ പിടിച്ചു വലിക്കുന്നത്. ആത്മീയമായി ഉയരനിൽ നിന്ന് നമ്മെ പിടിച്ചു വലിക്കുന്നത് ഭൂമിയോടുള്ള, ഭൗതികതയോടുള്ള അമിതമായ മോഹങ്ങളാണ്, ആവേശങ്ങളാണ്, താല്പര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മീയമായി നമ്മൾ ഉയരുമ്പോൾ അദൃശ്യമായ സംഘവുമായി കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ ഐക്കൺസിന്റെ മുമ്പിൽ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ പൊട്ടിക്കരയുമെന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് ആ വാങ്ങിപ്പോയ വിശുദ്ധരുടെ സാമീപ്യം യാഥാർത്ഥ്യമാണ്, അവരുമായുള്ള സംസർഗം യാഥാർത്ഥ്യമാണ്, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളെടുത്ത് തപസ് ചെയ്തൊക്കെയാണ് ഈ ഐക്കൺസ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഐക്കൺ ഒരു സാദൃശ്യമാണ്, ഒരു വാതായനമാണ്. ഇറ്റ്സ് എ വിൻഡോ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കവാടമാണ്, പ്രതിബിംബമാണ്. മനുഷ്യന്റെയും സകല സൃഷ്ടികളുടെയും ഐക്യവും സൃഷ്ടാവുമായുള്ള ബന്ധവും സൂചിപ്പിക്കുന്ന പ്രതീകാത്മകമായ പ്രതിരൂപങ്ങളാണ് ഐക്കണുകൾ, ചിത്രകലകൾ. ഇപ്പൊ ക്രിസ്തീയ സഭയിൽ അതൊക്കെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദിമ സഭയിലെ ഗുഹകളിൽക്കുള്ളിലെ ചിത്രകലയെക്കുറിച്ച്, പ്രതീകങ്ങളെക്കുറിച്ച്. വാക്കുകൾ മാത്രം പോരാ നമ്മുടെ ആത്മാവിന്റെ പ്രകാശനത്തിന്. ദൈവസ്നേഹം വർണ്ണിക്കാൻ വാക്കുകൾ പോരാ, ദൈവസ്നേഹം വിശദീകരിക്കാൻ വാക്കുകൾ പോരാ. അവിടെ പ്രതീകങ്ങൾ നമ്മെ സഹായിക്കും. സിംബിൾസ് സ്പീക്ക് വോളിയംസ്. കുരിശ് നിരന്തരം ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിശിന്റെ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയണം, നോക്കണം, കാണണം, ഉൾക്കൊള്ളണം. അപ്രമേയമായതിനെ പ്രമേയ രൂപത്തിൽ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു ഐക്കണുകൾ കൂടി. അദ്രവത്വത്തിന്റെ സാദൃശ്യമാണ് ഒരു ഐക്കൺ. തേജസ്കരിക്കപ്പെട്ട, ദൈവീകരിക്കപ്പെട്ട മനുഷ്യന്റെ മൂർത്തീകരണമാണ് ഐക്കൺ. അതിന് കൗദാശികമായ ഒരർത്ഥമുണ്ട്. കർത്താവ് ദൃശ്യ വസ്തുക്കൾ രക്ഷാകരമായ മർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. മാമോദീസായ്ക്ക് ജലം, കുർബാനയ്ക്ക് അപ്പം, വീഞ്ഞ്, അങ്ങനെ നിങ്ങൾ ഇപ്രകാരം ചെയ്വിനെന്ന് കൽപ്പിച്ചു. കുരുടന്റെ കണ്ണിൽ മണ്ണ് കുഴച്ച് അത് പുരട്ടി ശിലോഹോങ്കോളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഇന്ന് ക്രിസ്തീയരെന്ന് അവകാശപ്പെടുന്ന ഗ്രൂപ്പുകളിൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്, ചിഹ്നങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവരൊന്നും വിശ്വാസികളല്ല, അവരൊക്കെ യുക്തിവാദികളാണ്, അവർ സംശാലുക്കളാണ്, അവർ വിശ്വാസികളല്ല, അവർ കർത്താവിനെ അനുസരിക്കുന്നില്ല, അവർ കർത്താവിന്റെ സന്ദേശങ്ങൾ കേൾക്കുന്നില്ല, അറിയുന്നില്ല, പ്രതീകാത്മകതയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. അവരുടെ കണ്ണു കുരുടാണ്. യു ഡു ദിസ്, നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. ക്രിസ്തീയ വിശ്വാസം യു ടെൽ ദിസ് എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുക, ഇതൊക്കെ പ്രസംഗിക്കാന്ന് മാത്രമല്ല ക്രിസ്തീയ വിശ്വാസം. യു ഡു ദിസ്, അതാണ് ക്രിസ്തീയ വിശ്വാസം. പറയാനുമുണ്ട്, ചെയ്യാനുമുണ്ട്, അനുഷ്ഠിക്കാനുമുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, തിയോളജി ഈസ് നോട്ട് അക്കാഡമിക് എക്സലൻസ്.
തിയോളജി ഈസ് കൾട്ടിക് എക്സലൻസ്. അക്കാദമിക് വൈദഗ്ധ്യമല്ല അവിടെ പ്രധാനം, അനുഷ്ഠാനങ്ങളുടെ പാരമ്യമാണ് പ്രധാനം. അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. ഹൃദയ വിശുദ്ധീകരണമാണ് പ്രാധാന്യം, കണ്ണുനീരാണ് പ്രാധാന്യം. ദൈവശാസ്ത്രം അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണെന്ന് വിശുദ്ധന്മാർ പറയും. അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ് ദൈവശാസ്ത്രം. ആ കണ്ണുനീരിന് പ്രതീകാത്മകമായ ശക്തിയില്ലേ? കണ്ണുനീർ ഒരു പ്രതീകമല്ലേ? ആരാധനയിൽ പ്രതീകങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്കുകളെന്ന് പറയുന്നതും പ്രതീകമാണ്. വസ്തുക്കളില്ലാതെ ശബ്ദമില്ലല്ലോ, ശബ്ദമില്ലാതെ വാക്കുകളില്ലല്ലോ. വാക്കുകളുടെ മാധ്യമം ശബ്ദമാണ്. ചിത്രരൂപങ്ങളുടെ മാധ്യമം നിറക്കൂട്ടുകളാകാം, ക്യാൻവാസുകളാകാം, തടിയാകാം, മെറ്റലാകാം. വാക്കുകളുടെ മാധ്യമം ശബ്ദമാകുന്നത് പോലെ തന്നെ ചിത്രകലയുടെ മാധ്യമം ക്യാൻവാസ് ആകാം. നാം കർത്താവിന് കീർത്തനങ്ങൾ പാടുമ്പോൾ, പാട്ട് പാടുമ്പോൾ ശബ്ദമെന്ന മാധ്യമം സ്വീകരിക്കുകയാണ്. നമ്മൾ പാട്ടുപാട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശബ്ദമെന്നൊരു മാധ്യമം സ്വീകരിക്കുകയാണ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്, സംസർഗത്തിന് ശബ്ദം മാത്രമല്ല ഒരു മാധ്യമം, മറ്റ് പല മാധ്യമങ്ങളുണ്ട്. ദൈവസ്നേഹം വർണ്ണിക്കാൻ പല മാധ്യമങ്ങൾ സ്വീകരിക്കാം. അതിന് വാക്കുകൾ മാത്രം പോരാ, ശബ്ദം മാത്രം പോരാ, നിശബ്ദതയും മൗനവും ധ്യാനവും എല്ലാം മാധ്യമങ്ങളാണ്. അതാണ് ബൈബിൾ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. ബി സ്റ്റിൽ ആൻഡ് നോ. ബി സ്റ്റിൽ ആൻഡ് നോ. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുക. അവിടെ ധ്യാനത്തിന്, നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ട്, കണ്ണുനീരിന് അർത്ഥമുണ്ട്. ശബ്ദം വാക്കിന്റെ പ്രതീകമെന്ന് പറഞ്ഞ പോലെ കണ്ണുനീരും ഒരു വലിയ പ്രതീകമാണ്. കുരിശ് ഒരു വലിയ പ്രതീകമാണ്. ചിത്രകല ഒരു വലിയ പ്രതീകമാണ്. ദൈവസ്നേഹം വ്യാപരിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് അതൊക്കെയും. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കൂടി അല്ലാതെ ദൈവത്തെ വിശദീകരിക്കുവാനോ ആരാധിക്കുവാനോ സാധ്യമാവില്ല. അതുകൊണ്ട് ആരാധനയിൽ നാം പല മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു. ശബ്ദമെന്ന മാധ്യമമുണ്ട്, പാട്ടുകൾ പാടുന്നു, വേദവാക്യങ്ങൾ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അതോടൊപ്പം തന്നെ നിശബ്ദതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇടയ്ക്ക് നിശബ്ദത കൂടെ ഉണ്ട് കേട്ടോ. ശബ്ദം മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. നിർത്തി നിർത്തി പ്രാർത്ഥിക്കണം. ഓരോ വാക്കും സ്ഫുടമായി പ്രാർത്ഥിക്കണം. ഓരോ വാക്കും കഴിഞ്ഞ് അല്പസമയം നിശബ്ദതയുണ്ട്. അപ്പൊ സമയത്തെയും കാലത്തെയും അപ്പുറമായ സമയത്തെയും നമ്മൾ വിശുദ്ധീകരിക്കുകയാണ് ആരാധനയിലൂടെ. കൈറോസും ക്രോണോസും ഉണ്ട്. സമയം നമ്മൾ പറയാറുണ്ടല്ലോ, ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ 10,000 വർഷമായേക്കാം. ക്രോണോളജിക്കൽ ഓർഡർ നമ്മുടെ ക്രോണോസ് ആണ്, നമ്മുടെ കാലഗണനയാണ് ക്രോണോസ്. കൈറോസ് ഉണ്ട്, ദൈവത്തിന്റെ കാലമാണ്. അപ്പൊ നമ്മുടെ നിശബ്ദതയിലൂടെ നാം ദൈവത്തിന്റെ കാലത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഈ ടൈം സ്പേസ്, സമയം കാലത്തിന് ഉള്ളിൽപ്പെട്ടതാണ് ഈ വാക്കുകളൊക്കെ. നമ്മൾ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നിശബ്ദത ഉള്ളപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തെ കൂടി നമ്മൾ രൂപാന്തരപ്പെടുത്തുകയാണ്. അതിനെ കൂടി ഓർക്കുകയാണ്. ടൈം സ്പേസിന് അപ്പുറമായ കൈറോസ്, വീണ്ടെടുപ്പ് പദ്ധതിയിൽ ക്രോണോസ് മാത്രമല്ല കൈറോസ് കൂടിയുണ്ട്. നമ്മുടെ ഈ സമയം വസ്തുക്കൾ മാത്രമല്ല,
ദൈവത്തിൻ്റെ സമയം കൂടിയുണ്ട്. അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ നിശബ്ദത കൂടെ പാലിക്കണം. ഇടയ്ക്ക് സൈലൻസ് ഉണ്ട്. നിർത്തി നിർത്തി ഓരോ വാക്കുകളും ചൊല്ലണം. അതിൻ്റെ ഇടയ്ക്ക് സമയം കൊടുക്കണം. അതുപോലെ ശബ്ദങ്ങൾ ഉള്ളതും ശബ്ദങ്ങളില്ലാത്തതും ഒരു മാധ്യമമാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്രിയകൾ, കർമ്മങ്ങൾ മാധ്യമങ്ങളാണ്. അതൊക്കെ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഓർത്തഡോക്സ് സഭകളിൽ ഐക്കണോസ്റ്റാസിസ് ഉപയോഗിക്കും. ഐക്കണോസ്റ്റാസിസ് എന്ന് പറയുന്നത് ഈ ഐക്കൺസ്, ചിത്രകലയൊക്കെ ഉള്ള ഒരു സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ സാധാരണ കർട്ടനാണ് ഉപയോഗിക്കുന്നത്. ഐക്കണോസ്റ്റാസിസ് എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കവാടമാണ്. ചിത്രരൂപങ്ങളും ഐക്കൺസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഐക്കണോസ്റ്റാസിസ്. അവിടെ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധർ സ്വർഗത്തിലെ സഭയുടെയും ഭൂമിയിലെ സഭയുടെയും മധ്യേയുള്ള മധ്യവർത്തികളാണ്. സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരുന്ന വിശുദ്ധരുടെയും ശുദ്ധിമാന്മാരുടെയും ചിത്രങ്ങൾ, ഐക്കൺസ് നിറഞ്ഞ കർട്ടനാണ് ഐക്കണോസ്റ്റാസിസ്. ആരാധനയിൽ അതിനൊക്കെ പ്രസക്തിയുണ്ട്. വാങ്ങിപ്പോയവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും അർത്ഥവത്തായ സംസർഗമാണ് ഐക്കണിലൂടെ സാധ്യമാകുന്നത്. പല പ്രതീകങ്ങൾ ഇപ്പം നമുക്കറിയാം. അൾത്താരയിൽ കാസായും പീലാസായും ഒരുക്കി വെക്കും നമ്മൾ. ആ ത്രോണോസിൽ നോക്കുമ്പോൾ തന്നെ പല കളേഴ്സ്, പല നിറങ്ങളുണ്ട്. അവിടെ നിറപ്പകിട്ടുകളുണ്ട്, നിറക്കൂട്ടുകളുണ്ട്. നിറക്കൂട്ടുകൾ മറ്റൊരു മാധ്യമമാണ്. ശബ്ദമെന്ന മാധ്യമം പോലെ തന്നെ നിറക്കൂട്ടുകളും മറ്റൊരു മാധ്യമമാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വർണ്ണിക്കുന്ന മറ്റൊരു മാധ്യമമാണ് നിറങ്ങൾ, വർണ്ണക്കൂട്ടുകൾ. ചുമപ്പെന്തിനെ കുറിക്കുന്നു? ആകാശഗോളങ്ങളെ കുറിക്കുന്നു. ചുവന്ന വിരിക്കൂട്ടം, ആകാശഗോളങ്ങൾ. അതിനു മുകളിൽ പച്ച വിരിക്കൂട്ടമുണ്ട്. ഭൂമിയെയും സസ്യലതാദികളെയും ജീവജാലങ്ങളെയും സൂചിപ്പിക്കുന്ന പച്ച നിറക്കൂട്ടം. അപ്പൊ താഴെ ചുവന്ന വിരിക്കൂട്ടം, അതിനു മുകളിൽ പച്ച വിരിക്കൂട്ടം, അതിനു മുകളിൽ വെളുത്ത വിരിക്കൂട്ടം. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി വെടിപ്പാക്കപ്പെട്ട വിശുദ്ധ സഭയെ സൂചിപ്പിക്കുന്നു. ആ വെളുപ്പ്, ആ വെളുത്ത നിറം സഭയുടെ ഒരു പ്രതീകമാണ്. ആ സഭയിലാണ് കാസായും പീലാസായും വെക്കുന്നത്. ആ വെളുത്ത വിരിക്കൂട്ടന്റെ മുകളിലാണ് കാസായും പീലാസായും കർത്താവിന്റെ ശരീരവും രക്തവും ഒതുക്കി വെക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ ശരീരവും രക്തവും സഭയ്ക്ക് നൽകപ്പെടുന്നു. ആ സഭയിലൂടെ സർവജീവജാലങ്ങളും, ഈ ഭൂമിയും ആകാശഗോളങ്ങളും സർവപ്രപഞ്ചങ്ങളും തേജസ്കരിക്കപ്പെടുന്നു. ഇപ്പൊ സർവപ്രപഞ്ചത്തിന്റെയും രൂപാന്തരത്തിന്, തേജസ്കരണത്തിന് സഹായകരമായിട്ട് കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഒരുക്കി വയ്ക്കപ്പെടുകയാണ്. അവിടെ നിറക്കൂട്ടുകൾ ഒരു പ്രതീകമാണ്. അപ്പൊ ദൈവ സംസർഗത്തിന് ഈ പ്രതീകങ്ങളൊക്കെ നമ്മെ സഹായിക്കും. മനുഷ്യജീവിതത്തിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളില്ലാതെ ആശയ സംവേദനം, കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. നമ്മൾ തന്നെ കമ്മ്യൂണിക്കേഷന് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു. മനുഷ്യർ അന്യോന്യം ആശയങ്ങൾ വിശകലനം ചെയ്യുവാൻ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു. സ്പർശനം, കാഴ്ച, കേൾവി, രുചിക്കൽ, മണക്കൽ, ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ദൈവവുമായുള്ള സംസർഗത്തിനും പഞ്ചേന്ദ്രിയങ്ങൾ ആവശ്യമാണ്. മനുഷ്യ തമ്മിലുള്ള സംസർഗത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ സഹായകരമായി തീരുന്നത് പോലെ തന്നെ ദൈവവുമായുള്ള സംസർഗത്തിനും
പഞ്ചേന്ദ്രിയങ്ങൾ സഹായകരമായി. ആരാധനയിൽ നാം കാണുന്നു നിറങ്ങൾ, ആരാധനയിൽ നാം കേൾക്കുന്നു ശബ്ദങ്ങൾ, വാക്യങ്ങൾ, പാട്ടുകൾ. ആരാധനയിൽ നാം മണക്കുന്നു ധൂപം, ദൈവ സംസർഗം, ദൈവ സാമീപ്യം. ആരാധനയിൽ നാം രുചിക്കുന്നു, കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. വിശ്വാസികൾ അന്യോന്യം കൈകസ്തൂരി കൊടുക്കുന്നു. ചില പാരമ്പര്യങ്ങൾ ആലിംഗനം ചെയ്യുക, ഉമ്മ വയ്ക്കുക. നമ്മുടെ പാരമ്പര്യത്തിൽ നാം കൈകസ്തൂരി കൊടുക്കും. സ്പർശനമാണ്, സ്നേഹപ്രകടനമാണ് സ്പർശനം. ആരാധനയിൽ നാം സ്പർശിക്കുന്നു, നാം രുചിക്കുന്നു, നാം മണക്കുന്നു, നാം കാണുന്നു, നാം കേൾക്കുന്നു. ദിവ്യ അനുഭവങ്ങളിലേക്ക്, സ്വർഗീയ അനുഭവങ്ങളിലേക്ക് നാം കടന്നു വരുന്നു. അതുകൊണ്ട് സഭയുടെ ആരാധനയിൽ പ്രതീകങ്ങളുടെ പ്രസക്തി എന്താണെന്ന് നാം ചിന്തിക്കുകയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ ബൈബിളിൽ പറയാനുണ്ട്. കാണുകയും കേൾക്കുകയും മാത്രമല്ല, രുചിക്കുകയും അനുഭവിക്കുകയും ആയിത്തീരുകയും ഒക്കെ ചെയ്യുന്ന അനുഭവമാണ് ആരാധന. പഞ്ചേന്ദ്രിയങ്ങൾ ദൈവ സംസർഗത്തിന് സഹായകരമായി തീരും. സിംബിൾസ് സ്പീക്ക് വോളിയംസ്. പ്രതീകങ്ങൾ ഈ ലോകത്തോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായ രൂപാന്തരത്തിന്, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിന്, തേജസ്കരണത്തിന്, ദൈവീകരണത്തിന് ആരാധനയിലൂടെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.